ശാലോം പ്രേക്ഷകർക്കെല്ലാം ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെയും ആത്മ നവീകരണത്തിൻ്റെയും ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. വിശ്വാസ ജീവിതത്തിലെ വാർഷിക ധ്യാനം എന്നറിയപ്പെടുന്ന നോമ്പുകാലത്തിൻ്റെ സമാപനത്തിലേക്ക് വിശുദ്ധവാര കർമ്മങ്ങളുടെ കവാടം ഓശാന തിരുനാൾ. വളരെ ശ്രദ്ധേയമായത്, നാം ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ഒരു ദിവസം. ദേവാലയത്തിലെത്തുകയും ശുശ്രൂഷകളിൽ തീഷ്ണതയോടുകൂടി പങ്കെടുക്കുകയും ഓല സ്വന്തമാക്കുകയും അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ദിവസം. നാം ഒരിക്കലും മറന്നുപോകാതെ വലിയ സന്തോഷം നൽകുന്ന ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ തിരുനാൾ നമ്മുടെ ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. സുവിശേഷകന്മാരെല്ലാം ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് രാജകീയ പ്രവേശനം ഈശോയുടെ ജെറൂസലേമിലേക്കുള്ളത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കൊണ്ടുവരുന്നു. യേശു അതിന് മുകളിൽ തുണി വിരിച്ചതിന് ശേഷം വളരെ രാജകീയമായിട്ട് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നു. യേശുവിൻ്റെ രാജകീയമായ ആഗമനം കാണുമ്പോൾ ജനങ്ങൾ കയ്യിൽ മരച്ചില്ലകൾ ഏന്തുന്നു, വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കുന്നു. ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന് ആർപ്പ് വിളിക്കുകയാണ്. ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നടമാടിയിരുന്ന തിന്മകൾ, ക്രയവിക്രയങ്ങൾ അവിടെ നിന്ന് ഈശോ പുറത്താക്കുന്നു. മനോഹരമായ ഈ സംഭവം ഒരുപോലെ നാം അനുസ്മരിക്കുകയാണ് ഈ ഓശാന തിരുനാൾ. ഈ ഓശാന തിരുനാൾ അവർ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ, യേശുവിൻ്റെ വരവിനെ അവർ സ്വീകരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. ചരിത്ര പശ്ചാത്തലമുണ്ട്, ആത്മീയ നിയോഗമുണ്ട്, പ്രവാചക ദൗത്യം അതിൻ്റെ പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഓശാന തിരുനാളിൻ്റെ പ്രസക്തി. വിവിധ ഘട്ടങ്ങളിൽ വചനത്തെക്കുറിച്ച് ബൈബിളിലെ വിവിധ പുസ്തകങ്ങൾ വളരെ ഭംഗിയായിട്ട് തിരിച്ചറിയാവുന്ന ഇസ്രായേൽ ജനത യേശുവിൻ്റെ ഈ വരവിനെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉൾക്കൊള്ളുന്നത്, സ്വീകരിക്കുന്നത്. ഇസ്രായേൽ ജനത ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം നേടിയേ പറ്റൂ. അവർക്ക് യഹോവയെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആരാധിക്കുവാൻ, അവരിൽ നൽകിയിട്ടുള്ള നിയമങ്ങൾ കൃത്യതയോടുകൂടി പാലിക്കുവാൻ, അവരുടെ ദൈവത്തെ, യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുവാനുള്ള അവരുടെ ഒരു സ്വാതന്ത്ര്യം, അവരുടെ ഒരു ആഗ്രഹം, അത് തിരികെ കിട്ടണം. ഒരു ദാവീദിൻ്റെ രാജവംശവും മഹാസാമ്രാജ്യവും അതവരുടെ മനസ്സിലുണ്ട്. ഇനിയൊരു സോളമൻ തിരിച്ചു വരണം, ഒരു ദാവീദ് തിരിച്ചു വരണം, ഞങ്ങളെ ഇനി ഭരിക്കണം, ഞങ്ങൾക്ക് രക്ഷ നൽകണം, സ്വാതന്ത്ര്യം നൽകണം, ഈ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കണം. ഈ ഒരു ചിന്ത യേശുവിൻ്റെ കടന്നുവരവിൽ, യേശുവിനെ കാണുമ്പോൾ യഹൂദരുടെ മനസ്സിലുണ്ട്, സാധാരണക്കാരുടെ മനസ്സിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അവർ മരച്ചില്ലകൾ അവർ കയ്യിലേന്തുന്നത്. അവർ യേശുവിനെ, കഴുതപ്പുറത്ത് കയറി വരുന്ന യേശുവിനെ ഓസാന എന്ന വിളികളോടുകൂടി സ്വീകരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായി നമുക്ക് 2-3 സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീദ് പ്രവാചകനെയും, നാഥാൻ പ്രവാചകനെയും പുരോഹിതനെയും വിളിച്ചിട്ട് പറയുകയാണ്, സോളമനെ ഇനി രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അപ്പോൾ സോളമനെ അഭിഷേകം ചെയ്യുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ ദാവീദിൻ്റെ മനസ്സിൽ വളരെ കൃത്യതയോടുകൂടിയുണ്ട്. സാമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ദൈവം രാജാവിനോട് പറയുന്നുണ്ട്, നിൻ്റെ സിംഹാസനം എന്നേക്കും ഞാൻ നിലനിർത്തും, അവൻ സമാധാനത്തിൻ്റെ രാജാവായിരിക്കും. അപ്പോൾ എല്ലാ കാലത്തും ദാവീദിൻ്റെ സിംഹാസനം നിലനിർത്തും എന്ന ആ പ്രവചനം ഓർമ്മയിലുള്ളത് കൊണ്ട് സോളമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇവിടെ ഈ ജെറൂസലേമിൽ യേശു കടന്നു വരുമ്പോൾ അവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ്, യൂദാ വംശത്തിൽ നിന്നുള്ളവൻ. ആ രാജവംശം, ദാവീദിൻ്റെ വംശം എന്നും നിലനിൽക്കണം, അത് യേശുവിലൂടെ നിലനിൽക്കണം. ഇവിടെ ദാവീദ്, സോളമൻ
അഭിഷേകം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആളുകൾ ഒരു കഴുതയുടെ പുറത്താണ് അവന് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നത്. ആ കഴുതയുടെ പുറത്താണ്. ഇവിടെ ജെറൂസലേമിലേക്ക് ഈശോ കടന്നു വരുന്നത് കഴുതയുടെ പുറത്താണ്. തൻ്റെ രാജവംശം നിലനിർത്തുകയാണ്, ദാവീദിൻ്റെ രാജവംശം. എത്രയോ കൃത്യതയോടുകൂടി ഇവിടെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു സംഭവം, അഹാബ് രാജാവ് തിന്മയിലേക്ക് കടന്നു പോവുകയാണ്, വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയാണ്, വിജാതിയരുടെ ആചാരങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. യഹൂദർക്ക് വലിയ എതിർപ്പുണ്ടായി. ഏലീഷ പ്രവാചകന് പ്രത്യേകമായി നിർദ്ദേശിക്കുകയാണ്, സൈന്യാധിപനായിരുന്ന യേഹുവിനെ അഭിഷേകം ചെയ്യുകയാണ് രാജാവായിട്ട് ആഹാബിന് പകരം. യേഹു രാജാവായി എന്ന് കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ അറിയുമ്പോൾ ഉടൻ തന്നെ അവർ തുണികൾ വിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, യേഹു രാജാവായി കഴിഞ്ഞു, അവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ്റെ രാജ്യമെന്ന് നിലനിൽക്കട്ടെ എന്ന്. അവർ ആ സമയത്ത് തുണികൾ വിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യേശു കടന്നു വരുമ്പോൾ ഈ സംഭവം മനസ്സിലുള്ളതുകൊണ്ട് ഒരു തിന്മയെ കീഴടക്കിക്കൊണ്ടൊരു നന്മയ്ക്ക് വേണ്ടി ഒരു രാജാവ് കടന്നു വരുമ്പോൾ അവർ വിരിക്കുന്നത് എന്താണ്? തുണികൾ വിരിക്കുകയാണ്. അവിടെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സഖറിയായുടെ പുസ്തകത്തിലാണ് മറ്റൊരു പ്രവചനം വളരെ കൃത്യതയോടുകൂടി നാം കാണുക. 9-ാമത്തെ അധ്യായം. വിപ്രവാസം കഴിഞ്ഞതിന് ശേഷം തിരികെ വരുന്ന ഇസ്രായേൽ ജനത ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ അവർ കടന്നു വരുമ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് 9-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയാണ്, സിയോൻ പുത്രി സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് കഴുതയുടെ പുറത്ത് ഇവിടെ കടന്നു വരുന്നു, അവൻ സമാധാനത്തിൻ്റെ രാജാവാകും. 9-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ശ്രദ്ധയോടുകൂടി നാം സൂക്ഷിക്കണം. തൻ്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടി അവനിവിടെ സംസ്ഥാപിക്കും, അവൻ എല്ലാവർക്കും വിമോചനം നൽകും. അവനൊരു ഉടമ്പടിയുടെ രക്തമുണ്ട്. അപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ്, കഴുതപ്പുറത്ത് കയറുന്നു വരുന്നവൻ ദൈവത്തിൻ്റെ ജനവുമായിട്ട് ഒരു ഉടമ്പടി വെക്കുകയാണ്. അത് രക്തം കൊണ്ടുള്ള ഉടമ്പടി. ഈ സംഭവം അവിടെ നിന്ന് കടന്നു വരുമ്പോൾ കാൽവരി മലയിൽ രക്തം കൊണ്ടുള്ള ഉടമ്പടി സ്ഥാപിക്കുന്ന സെഹിയോൻ ശാലയിൽ ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, പുതിയ ഉടമ്പടിയുടെ രക്തം. ഇത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ സംഭവത്തിന് കൂടുതൽ പ്രസക്തി കൈവരികയാണ്. അതിൻ്റെ അന്തരാർത്ഥത്തിലേക്ക് നടക്കുവാൻ നമുക്ക് കഴിയുകയാണ്. അവസാനത്തെ ഭാഗം മറ്റൊന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വ്യാഖ്യാനിക്കുമ്പോൾ. മക്കബയരുടെ പുസ്തകമാണ് 2-ാം അധ്യായത്തിൽ. അന്ത്യോക്യസ് രാജാവ് ദേവാലയം വളരെ മ്ലേച്ഛമായിട്ട് സൂക്ഷിക്കുക, വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു, മലിനമായ ഭക്ഷണങ്ങൾ അവിടെ പ്രവേശിപ്പിക്കുന്നു. ഇവിടെ യൂദാസ് മക്കബേസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ, യുദ്ധം തന്നെ നടത്തി ദേവാലയം വിശുദ്ധീകരിക്കുകയാണ്. ആ ദേവാലയം വിശുദ്ധീകരിക്കുമ്പോൾ അവരതിനെ എങ്ങനെയാണ് ഏൽക്കുന്നത്? കയ്യിൽ മരച്ചില്ലകളുണ്ട്, അവർ ആർപ്പ് വിളിക്കുന്നുണ്ട്, അവർ ഓസാന എന്ന് പാടുന്നുണ്ട്, ദൈവത്തിന് മോചനം നൽകിയല്ലോ എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പുരോഹിതനും രാജാവുമായിരുന്ന യൂദാസിൻ്റെ സഹോദരൻ ശിമെയോൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഇതുതന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു 4 സംഭവങ്ങളുടെയും പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു യഹൂദ ജനത ഇവൻ രാജാവാണ്, എല്ലാ കാലത്തെയും സ്വീകരിക്കുകയാണ്, യേശുവിനെ സ്വീകരിക്കുകയാണ്. ഈ ഒരു പഴയ നിയമ പശ്ചാത്തലം വിശകലനം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും നാം ഓർക്കേണ്ടത്, വിശുദ്ധ സുവിശേഷകന്മാർ, ഏറെ പ്രത്യേകിച്ച് മത്തായി സുവിശേഷകൻ നമ്മോട് പറയുകയാണ്, പഴയ നിയമങ്ങളിലെ സംഭവങ്ങൾ ഇവിടെ ഇതാ പൂർത്തിയാകുകയാണ് ക്രിസ്തുവിൽ. പെസഹ രഹസ്യം ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ്. ഇത് മോചിക്കുന്നവൻ ഒരേ ഒരു വ്യക്തി, അത് ഈശോ. ഒരേ ഒരു രാജാവ്, ദാവീദിൻ്റെ വംശത്തിലുള്ളവൻ, അത് ഈശോ. ഒരു ബലിപീഠമേ ഉള്ളൂ, അത് കുരിശാണ് ആ ബലിപീഠം. ഒരു പുരോഹിതനാണ് നമുക്ക് ഉള്ളത്, അത് യേശുവാണ് ആ പുരോഹിതൻ. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിലെ പോലെയല്ല, ഇവിടെ സമാധാനം, സ്വന്തം രക്തം കൊണ്ടുള്ള ഉടമ്പടി സ്ഥാപിച്ച് സമാധാനം നൽകുന്ന പുരോഹിതൻ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ പഴയ നിയമത്തിലെ സംഭവങ്ങൾ ചേർത്ത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ദൈവജനത്തിന് വിശദമാക്കി കൊടുത്തുകൊണ്ട്
പുതിയ ഓശാന ആഘോഷിക്കുമ്പോൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവീക രഹസ്യങ്ങൾ പഴയ നിയമങ്ങളിൽ നിന്നുള്ളത് അനാവരണം ചെയ്യപ്പെട്ടത് പുതിയ നിയമത്തിൽ നടപ്പിലാകുന്നത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. നമുക്കിവിടെ ഒരു ചെങ്കോൽ മാത്രമേ ഉള്ളൂ, അത് ഞാങ്ങണയുടെ ചെങ്കോലാണ്. ഒരു സിംഹാസനമേ ഉള്ളൂ, അത് പവിഴം നിരത്തിയ സിംഹാസനമല്ല, അത് കുരിശാകുന്ന സിംഹാസനമാണ്. ഇവിടെ സമാധാനം കൊണ്ടുവരുന്നത് വാളുകൊണ്ടോ കുതിരപ്പുറത്തോ അല്ല, സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് സമാധാനം കടന്നു വരികയാണ്, മോചനം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന തിരുനാളിൽ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ ജീവിതത്തിൽ നിത്യപുരോഹിതനായ ഈശോയുടെ നാം രാജാവും പുരോഹിതനും സമാധാനത്തിൻ്റെ പ്രവാചകനുമായി നാം സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു രാജാവേ ഉള്ളൂ, അത് യേശുവാണ്. അവിടുത്തെ സ്വരം നാം ശ്രവിച്ച് അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ഈ ഓശാന തിരുനാളിൽ കുരിശോല നമ്മുടെ കൈകളിൽ ഏന്തുമ്പോൾ അത് ആഹ്ലാദത്തിൻ്റേതാണ്. പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആഹ്ലാദം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദമെന്ന് നൽകുകയാണ്. ഇനി സുഖലോലുപതയുടെ ഒരു രാജാവ് നമുക്കില്ല, സമാധാനത്തിൻ്റെ ഒരു രാജാവേ ഉള്ളൂ, അത് യേശുവാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. കുരുത്തോല കൈകളിൽ ഏന്തുമ്പോൾ നാം ഉദ്ഘോഷിക്കുകയാണ്, ഓശാന, ദൈവത്തിൻ്റെ പുത്രൻ ഓശാന. ആർപ്പ് വിളിക്കുക, ആഹ്ലാദിക്കുക. നാം സന്തോഷത്തോടു കൂടി നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പരിശോധിക്കേണ്ട അവസരമാണ്. നാം എന്തിനെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളോട്, സുഖലോലുപതയോട്, തെറ്റായ ബന്ധങ്ങളോട്, തെറ്റായ ജീവിത ശൈലികളോട് നാം അടിമത്തത്തിലാണോ? അതിന് മോചനം നൽകുവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. കഴുതപ്പുറത്ത് വിനയാനിതനായി കടന്നു വരുന്ന യേശുവിന്, അവൻ്റെ തിരുരക്തത്തിന്, അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ സുവിശേഷത്തിന്, മറ്റൊന്നിനും നമുക്ക് സമാധാനം കൊണ്ടുവരാൻ നൽകാൻ കഴിയുകയില്ല. അതാണ് ഈ ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയം അത് അവിടുന്ന് പടുത്തുയർത്തിയതാണ് സ്വന്തം രക്തം കൊണ്ട്. കടന്നു വരുമ്പോൾ ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് പുണ്യങ്ങളായിരിക്കണം. എന്നാൽ അവിടെ ആടുമാടുകളെയും തെറ്റായിട്ടുള്ള ജീവിതശൈലികളും ക്രയവിക്രയം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുവാനുള്ള അവസരമാണ്. ഉണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും ചാട്ടവാറെടുക്കും. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തൂ. എൻ്റെ ദേവാലയം നിങ്ങൾ പരിശുദ്ധമായി കണക്കാക്കണം. അതിനെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന് ഓർക്കണം. ഈ അബ്രാഹത്തിൻ്റെ മക്കളെ ഈ കല്ലുകളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന പ്രവചനം നമുക്ക് ഓർക്കണം. നമുക്ക് അപ്പസ്തോലൻ്റെ വാക്കുകൾ ഓർക്കാം. ഈ ഓശാന തിരുനാളിൽ ഇതാ നിദ്ര വിട്ടുണരേണ്ട സമയമായിരിക്കുന്നു. രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തി. അന്ധകാരം കഴിയാറായിരിക്കുന്നു, പകൽ സമീപത്തെത്തി. പകലിന് യോജിച്ച വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. നമുക്ക് ഈ വലിയ ആഴ്ച ഏറ്റവും മനോഹരമായിട്ട് ഹൃദയത്തോട് ചേർത്ത് ആഘോഷിക്കാം. അവൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് തീർത്ഥയാത്ര നടത്താം. ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാം, പുതിയ സൃഷ്ടികളായിത്തീരാം. അവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഓശാന തിരുനാളിൻ്റെയും വലിയ ആഴ്ചയുടെയും മംഗളങ്ങൾ, സമാഗതമാകുന്ന ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു.